ഹായ് ഹലോ. അപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ അനന്തപുരി തറവാട്ടിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നേരെ നയന തിരിച്ച് വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നിർമ്മലിനെ കണ്ടുപിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അങ്ങനെ പോലീസ് വീട് വളഞ്ഞിട്ടുണ്ടെന്നൊക്കെയുള്ള സത്യങ്ങൾ അവിടെ ആദർശിനോട് വിളിച്ച് പറയുവാണ്. അപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? പക്ഷെ നവ്യയ്ക്ക് ഈ ഒരു കേസിൽ നിന്നും പിന്മാറാനായിട്ട് നവ്യ ഒട്ടും ഒരുക്കമല്ല. എങ്ങനെയെങ്കിലും അവനെ പൂട്ടണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ അബി ഇതിൽ കുറ്റക്കാരനാണ് എന്ന് താൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അബിയെ ഉള്ളിലാക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കില്ല. എന്നാൽ അബി മനസ്സിലാക്കണം, ഇവിടെ എന്നെ ആ ഒരു സമയത്ത് തെറ്റിദ്ധരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ മുന്നിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെനിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അത് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോലീസ് വളഞ്ഞു. നിർമ്മലിനെ അവിടെ കിട്ടിയില്ല. അബി നിർമ്മലിനെ വിളിച്ച് പറഞ്ഞപ്പോൾ നിർമ്മൽ പറഞ്ഞത് ഞാൻ അവിടെയൊന്നും ഇല്ല, ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആയി, ഞാനിപ്പോൾ ദൂരെ ഒരു സ്ഥലത്തു നിന്നാണ് അബിയോട് പറഞ്ഞത്. ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ അബിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അങ്ങനെ പോലീസ് ആ ഒരു നിർമ്മലിന്റെ ഫ്രണ്ടിനെ കണ്ടുപിടിച്ചു. നിർമ്മൽ പോയി എന്നാണ് ഫ്രണ്ട് പോലീസിനോട് പറഞ്ഞത്. അങ്ങനെ ഇതേ കാര്യം തന്നെ ആദർശിനോട് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിർമ്മൽ അങ്ങനെ ആ ഒരു സങ്കടത്തോടെയാണ് ആദർശ് കോൾ വെച്ചത്. അപ്പോൾ കാര്യം ചോദിച്ചപ്പോൾ ആദർശ് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിർമ്മലിനെ കിട്ടിയിട്ടില്ല എന്നും നിർമ്മലിന്റെ ഫ്രണ്ടിനെ കിട്ടി, എന്തായാലും അവനെ ഉടനെ തന്നെ പിടികൂടും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് അബി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അബിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇനിയിപ്പോൾ നിർമ്മലിന്റെ കൂട്ടുകാരനെ പിടിച്ചു, ഇനി അവനെങ്ങാനും അടിയെങ്ങാനും സഹിക്കാൻ പറ്റാതെ അവൻ നിർമ്മലിനെ കുറിച്ച് സത്യങ്ങൾ പറയുമോ, അങ്ങനെയാണെങ്കിൽ എന്നെ പിടികൂടുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനാണ് അബിയുടെ മനസ്സിൽ. അപ്പോൾ നവ്യ ആ ഒരു തൻ്റെ റൂമിലോട്ട് പോകുന്ന സമയത്ത് അബി അവിടെ ടെൻഷൻ അടിച്ച് എന്തോ കാര്യം ആലോചിച്ച് ഇരിക്കുന്ന കാര്യം നവ്യ ശ്രദ്ധിച്ചു. അങ്ങനെ നവ്യ പോയി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ ഒരു ടെൻഷൻ? എനിക്കൊരു ടെൻഷനൊന്നുമില്ല. അപ്പോൾ അവരുടെ സംസാരത്തിൻ്റെ ഇടയിൽ അബി പറഞ്ഞത്, നിനക്ക് എന്താ, നിനക്ക് വെറുതെ ഇരുന്നൂടെ, നീ എന്തിനാ ഈ കേസിന്റെ പിന്നാലെ പോകുന്നത്? ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്താ കാര്യം? വേറെ നിനക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അബി സംസാരിക്കുമ്പോൾ നവ്യ പറഞ്ഞത്, എനിക്ക് പൈസയുടെ കാര്യങ്ങളിലൊന്നും പൈസയായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ അഭിമാനമാണ് പോയത്. ഒരു പെൺകുട്ടിക്ക്, ഒരു സ്ത്രീക്ക് തൻ്റെ അഭിമാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതാണ് അവളുടെ ഏറ്റവും വലിയ ഒരു നിധി എന്ന് പറയുന്നത്. അതാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെങ്കിലും എനിക്ക് ബോധ്യപ്പെടുത്തണം ഞാൻ തെറ്റുകാരി അല്ല എന്ന്. അതുവരെ ഞാൻ ഇത് അടങ്ങത്തില്ല, ഇത് ഞാൻ വിടത്തില്ല, എന്തായാലും അവനെ ഞാൻ ജയിലിൽ കയറ്റിയിരിക്കും എന്നൊരു വാശിയാണ് നവ്യയ്ക്കും. അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നയനയുടെ ആ ഒരു മഹത്വം എന്താണെന്ന് ആദർശം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു സംസാരങ്ങളൊക്കെ നടക്കുവാണ്, ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവിടെ നമ്മുടെ അവിടെ ദേവയാനിയും അബിയും കൂടി ചേർന്നിട്ട് ഈ ഒരു അനിയുടെ വിവാഹം നടക്കാനുള്ള ആ ഒരു വിവാഹം മുടക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അങ്ങനെ ജാനകി അവിടെ സങ്കടത്തിൽ ഇരിക്കുവാണ്. ജാനകിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ടെൻഷനുണ്ട്. എന്താണ് സംഭവം, അല്ലെങ്കിൽ അനി എന്തുകൊണ്ട് ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ടെൻഷനുണ്ട്. ജാനകിയോട് ജലജയും അബിയും കൂടി കാര്യങ്ങൾ വന്ന് ചോദിക്കുമ്പോൾ ജാനകി പറഞ്ഞത്, ഞാനും അനിയും കൂടി ഒരുപാട് വിവാഹം വിളിക്കാനായിട്ട് പോയിരുന്നു, പക്ഷേ അവിടെ അനിയുടെ മനസ്സിൽ ഒരു സന്തോഷമില്ല. അബിയുടെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല, പക്ഷെ എന്തോ ഒരു ടെൻഷനുണ്ട്, അതെനിക്ക് അറിയാം, ഇത് എന്താണെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് അനാമികയെ ഈ വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ജാനകിയോട് ജലജയും അബിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജാനകിയോട് പറയുവാണ്, അങ്ങനെ ഇഷ്ടമില്ല അനിക്കിപ്പോൾ ഈ വിവാഹത്തിന് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അത് മുത്തശ്ശന്റെ തീരുമാനമാണ്. അച്ഛൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും പിന്നോട്ട് മാറത്തില്ല, അതുകൊണ്ട് ഈ വിവാഹം നടത്തിയേ പറ്റത്തുള്ളൂ എന്നുള്ള സംസാരങ്ങൾ നടക്കുമ്പോൾ അവിടെ ജലജ പറഞ്ഞത്, ഇങ്ങനെ ഇഷ്ടമില്ലാതെ കെട്ടിക്കൊണ്ടുവന്ന രണ്ട് മരുമക്കളാണ് ഈ വീട്ടിൽ ഉള്ളത്. അങ്ങനെ അവർ വന്നതിന് ശേഷം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത് എന്ന് നിനക്ക് തന്നെ അറിയാലോ. എന്നാൽ ഈ ഒരു സംഭവങ്ങളെല്ലാം അവിടെ കനകയും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കനകയുടെ മനസ്സിലും ഇനി അനാമികയുടെയും അനിയുടെയും വിവാഹം നടക്കത്തില്ലേ എന്നുള്ളൊരു ടെൻഷൻ ഉള്ളിൽ ഉടലെടുത്തു. ഈ ഒരു സമയത്ത് തന്നെ അബി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, അനിയുടെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെന്നും ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതല്ലേ നല്ലത്. ഞാൻ അനിയും മറ്റൊരു പെൺകുട്ടിയെ ആയിട്ട് പാർക്കിൽ കണ്ടിരുന്നു, ആ ഒരു ബന്ധം അത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ അവരെ തമ്മിൽ വിവാഹം കഴിപ്പിച്ച് ഒന്നിപ്പിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അവിടെ കനകയുടെ മനസ്സിൽ നന്ദുവിനെ കുറിച്ച് ഒരു കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. എന്നാൽ അവിടെ ജാനകിക്ക് ഇനിയിപ്പോൾ ഈ വിവാഹം നടക്കുമോ നടക്കത്തില്ലേ, വിവാഹം നടത്തിയേ പറ്റത്തുള്ളൂ, ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ കരച്ചില്, ആ കണ്ണീര് ഈ മണ്ണിൽ വീഴും, ഇനി എന്ത് ചെയ്യും പറ്റും എന്നൊക്കെയുള്ള ആലോചിച്ച് ഉള്ള ടെൻഷനാണ്. അങ്ങനെ കനക പുറത്തോട്ട് വരുന്ന സമയത്ത്
അനി പുറത്ത് ഒരാളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഒരുപാട് നേരമായിട്ടും ഈ ഫോണിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാരാണ് എന്ന് ആലോചിക്കുമ്പോൾ നന്ദു ആണോ ഇനി എന്ന് ടെൻഷൻ അടിച്ചിട്ട് കനക നേരെ നന്ദുവിനെ കോൾ വിളിക്കുകയും പക്ഷേ റിങ് പോകുന്നത് കൊണ്ട് തന്നെ നന്ദു അല്ല എന്ന് മനസ്സിലായി. അപ്പം നന്ദു കോൾ എടുത്ത ഉടനെ തന്നെ നന്ദുട്ടാ നീ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നല്ലോ, എന്താ സംഭവം, നീ ആരെയും വിളിച്ചുകൊണ്ടിരുന്നത്? എൻ്റെ ഫോൺ എൻഗേജ്ഡ് ഒന്നും അല്ല, എനിക്കൊരു ഫോൺ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് തോന്നിയതാ എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുമ്പോൾ നന്ദുവിനെ പറ്റിയുള്ള നന്ദുവിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനി അടുത്ത് വന്നിട്ട് നന്ദു ആണെന്ന് മനസ്സിലാക്കിയിട്ട് കനകയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങുവാണ്. അപ്പോൾ കനകയ്ക്ക് എതിർക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. നന്ദു അല്ലേ, ഞാനൊന്ന് സംസാരിച്ചിട്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിനോട് സംസാരിക്കുവാണ്. അപ്പോൾ നന്ദുവിനോട് നന്ദു നീ എന്താ പുറത്തോട്ടൊന്നും ഇറങ്ങാത്തത്? ഇവിടെ നിന്റെ 2 ചേച്ചിമാരും ഉണ്ട്, അമ്മയും ഇവിടെ അല്ലേ, പിന്നെ നീ എന്താ ഇങ്ങോട്ടൊന്നും വരാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിനോട് വിശേഷം ചോദിക്കുമ്പോൾ നന്ദു ഒന്നും പറയുന്നില്ല. ഈ ഒരു സമയത്ത് കനക അനിയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇത് നയന ശ്രദ്ധിച്ചു. അപ്പോൾ നയന വന്നിട്ട് അതെന്താ അമ്മേ, അനി ഫോണിൽ സംസാരിച്ച എന്താ കുഴപ്പം, അമ്മ എന്താ ഈ കാണിക്കുന്നത്? അല്ല, അത് നന്ദുവിനോടാണ് സംസാരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു വാങ്ങുന്നത്. അത് എന്താ കുഴപ്പം? അനി നന്ദുവിനോടല്ലേ സംസാരിക്കുന്നത്, ഇതുവരെ അമ്മ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ ഇപ്പോഴെന്താ കുഴപ്പം എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കേട്ടിട്ട് നന്ദു അവിടുന്ന് കോള് കട്ട് ചെയ്യുകയും നന്ദു കോള് കട്ട് ചെയ്തു. ഞാൻ ഇനിയിപ്പോൾ വിളിച്ചോളാം, എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അനിയും അങ്ങോട്ട് നടന്നങ്ങ് പോയി. അപ്പോൾ അനിയുടെ പിറകെ പോകാൻ വേണ്ടിയിട്ട് കനക ശ്രമിക്കുമ്പോൾ നയനെ തടഞ്ഞു നിർത്തിയതിന് ശേഷം അമ്മ എന്താ ഈ കാണിക്കുന്നത്, അമ്മ എന്തിനാ അങ്ങനെ തടയാൻ വേണ്ടിയിട്ട് നോക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കനക പറഞ്ഞത് എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല, അനി നന്ദുവിനെ വിളിക്കുന്നതോ സംസാരിക്കുന്നതോ കാണുന്നതോ ഒന്നും എനിക്ക് ഇഷ്ടമില്ല. അത് എന്തുകൊണ്ട് ഇഷ്ടമില്ല? അത് ഇപ്പോൾ കല്യാണ പ്രായമായില്ലേ, അപ്പോൾ പെൺകുട്ടി ആ ഒരു ആൺകുട്ടികളോടുള്ള സഹവാസം നിർത്തേണ്ട സമയമായി എന്നൊക്കെയുള്ള രീതിയിലാണ് കനക സംസാരിച്ചത്. എന്നാൽ കുഞ്ഞുനാൾ മുതലേ നന്ദുവിന് ആൺകുട്ടികളോടാണ് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളത്, പിന്നെ എന്തുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നുള്ളൊരു സംശയം നയനയുടെ മനസ്സിലുണ്ടായി. പക്ഷേ കനക അവിടെ പറഞ്ഞു എനിക്ക് അനിയോട് സംസാരിക്കുന്നൊന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കനക മാറി. അപ്പൊ എന്തോ ഒരു സംശയം നയനയുടെ മനസ്സിലുണ്ടായി. അങ്ങനെ രാവിലെ തന്നെ അനി പുറത്തു പോകുമ്പോൾ പുറത്ത് ഇറങ്ങി ബൈക്ക് എടുത്തോട്ട് പോകുന്നത് നയനെ കണ്ടു. അപ്പോൾ അനിയുടെ പിറകെ പോകാൻ വേണ്ടിയിട്ടാണ് നയന ശ്രമിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നന്ദുവിന്റെ മനസ്സിൽ അനിയാണെന്നും അനിയുടെ മനസ്സിൽ നന്ദു ആണെന്നും ഇവർ തമ്മിൽ പ്രണയിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പരസ്പരം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് നന്ദുവിന്റെ ടെൻഷനുള്ള കാരണം എന്ന് മനസ്സിലാക്കുമോ നയന? അങ്ങനെ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നന്ദുവിന്റെയും അനിയുടെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമോ, അതോ അനിയുടെയും അനാമികയുടെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമോ? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.